വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നന്ദന. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാം. ഇത് ആക്ച്വലി 2-3 മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. നാട്ടിലെ ഒരു ഫെസ്റ്റിവൽ വ്ളോഗാണ്. ഞങ്ങളുടെ ഏരിയയിലുള്ളൊരു ഫെസ്റ്റിവൽ. സോ അതിൻ്റെ വ്ളോഗാണ്. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ ഗൈസ് ഒത്തിരി നാളിന് ശേഷം ഞാനും അച്ഛനുമാണ് നാട്ടിൽ പോകുന്നത്. എന്തോ ഭാഗ്യത്തിന് ഈ വർഷം എലക്ഷൻ ആയതുകൊണ്ട് നേരത്തെ സ്കൂൾ അടച്ചു. അതുകൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ വർഷത്തെ 10ാമതെയാണ്. 10ാമതെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, നമ്മുടെ ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തൊരു ഉത്സവം നടക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ ഒരു സന്തോഷം, എക്സൈറ്റ്മെൻറ്റ് കാണുന്നു. കഴിഞ്ഞ വർഷം പോകാൻ പറ്റില്ല, കഴിഞ്ഞ വർഷമാണ് പോയത്. പിന്നെ ഈ വർഷം ഇനിയും പോകാൻ പറ്റുമോ എന്നറിയില്ല, പത്തിലായതുകൊണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പെപ്സിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഫുഡൊക്കെ വീട്ടിലിരുന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 5 ദിവസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. ഞങ്ങൾ സ്ലീപ്പറാണ് എപ്പോഴും ബുക്ക് ചെയ്യാറുള്ളത്. എന്നാൽ ഞങ്ങളെപ്പോഴും നൈറ്റ് പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല സ്ലീപ്പറായാലും നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു. ട്വിസ്റ്റ് എന്താണെന്നല്ലേ, ഞങ്ങൾ ബുക്ക് ചെയ്ത് സ്ലീപ്പർ ആണെങ്കിലും അത് വെയിറ്റിംഗ് ലിസ്റ്റിലായതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് AC 3rd ഇക്കണോമിയാണ് ഗൈസ്. അങ്ങനെ AC-ക്കകത്തിരുന്നാണ് നമ്മൾ പോയത്. നമ്മൾ ഇന്നലെ AC-ക്കകത്താണ് ഗൈസ് വന്ന് പെട്ടത്. അപ്പോൾ ഗൈസ് നമ്മൾ 6 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. നിങ്ങൾ കൂർക്കം വലിക്കുന്ന സൗണ്ടൊക്കെ കേട്ടില്ലേ, അതാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം മാവേലിക്കര നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇറങ്ങി ഗൈസ്. ഇതാണ് ഊഞ്ഞാൽ ഗൈസ്. ഇതാ ഊഞ്ഞാൽ നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഊഞ്ഞാൽ ഞാനിപ്പോൾ പോയാലും അതിലിരുന്ന് ആടിയില്ലെങ്കിൽ എനിക്ക് സമാധാനം വരത്തില്ല. അപ്പോൾ പണ്ട് ഞാൻ ആടിക്കൊണ്ടിരുന്നു, ഇപ്പം ഞാൻ കല്യാണി ആട്ടിക്കൊണ്ടിരിക്കുക. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയുന്നത് എന്തോ ഒരു പൂവിൻ്റെ കാര്യമാണ്. നമ്മൾ പൂവിൻ്റെ ആണ് വീഡിയോ എടുക്കുന്നത്. നമുക്കൊന്ന് വീഡിയോ എടുക്കാം. ശരി, എന്ത് ചെയ്യണമെന്ന് പറയാം. ചാനൽ എന്ത് ചെയ്യണമെന്ന് പറയാം. ചാനൽ എന്ത് എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം നിങ്ങൾ. അപ്പൊ നമുക്ക് അടിപൊളി വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കാണാം? ഇപ്പൊ പൂ കാണാം അല്ലേ? കല്യാണി ഓരോ പൂവിന്റെ പേര് പറഞ്ഞ് അതിന്റെ ഗുണങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. എന്താ പൂവിന്റെ ഫോട്ടോ എടുത്താ പോരെ? ഫോട്ടോ എടുത്താ മതിയോ? ഞാൻ ഫോട്ടോ എടുക്കാൻ. ഈ കൊച്ചിന് എന്തോ ഒരു ഇതാണ് കേട്ടാ. പൂ എനിക്ക് കാണിച്ചു തരാന്നും പറഞ്ഞ് ഇപ്പൊ പറയുന്ന പൂ കല്യാണി ഫുഡ് പറഞ്ഞു കൊടുക്കൂ. ഇന്ന് നമ്മള് മോരും ചോറും പിന്നെ മീൻ പറ്റിച്ചതും പിന്നെ കപ്പ വരട്ടിയത്, വഴറ്റിയത്. എനിക്ക് ബീറ്റ്റൂട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരുന്ന് ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങളുടെ സ്നേഹപ്രകടനമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് എപ്പോഴും ഫുഡ് കഴിക്കാതിരിക്കുന്നത്. ചിലപ്പോൾ കല്ലുകൊണ്ട് അമ്മ കണ്ടുവച്ച ക്ലാരിറ്റി, എൻ്റെ മുഖം എങ്ങനെ കാണാം. ഐഫോണിനകത്തിൻ്റെ മുഖം കണ്ടിട്ടുള്ള എക്സ്പ്രഷനാണ്. നിങ്ങളൊന്നും വിചാരിക്കണം, നമ്മൾ എന്തായാലും യൂട്യൂബ് ചാനൽ സക്സസ് ചെയ്യുമ്പോൾ ഇതിനെ പൊക്കും. അങ്ങനെ വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ ഏരിയയിലുള്ള പൊന്നാന്തോട്ട അമ്പലത്തിൽ ഞങ്ങൾ 3 പേരും, ഞാനും അച്ഛനും കല്ലും കൂടെ ഇറങ്ങി. അവിടെ പരിപാടി നടക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് കഴിച്ച് ഞങ്ങളുടെ ഏരിയയിലുള്ള അമ്പലം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ല കൈകൊട്ടിക്കളി. പണ്ടൊക്കെ ഞാൻ കുത്തിയോട്ടം കാണുമ്പോൾ ചെവിടെ എടുത്ത് വെക്കുമ്പോൾ എൻ്റെ അമ്മ അറിയാം അങ്ങനെ വെക്കൽ ദോഷമാണ്. പക്ഷേ കൈകൊട്ടിക്കളി വന്നപ്പോൾ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെല്ലാം കളിക്കാൻ പറ്റില്ല. ഇനി ഞാനും ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടേനെ. അപ്പോൾ അതിൻ്റെ കിളിക്കൊക്കെ അതിൻ്റെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുത്ത്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് വലിയ ജോയിൻ്റ് അല്ല. പിന്നെ ഇതാണ് നമ്മുടെ കുതിര കെട്ടുന്ന പരിപാടിയൊക്കെ. പിന്നെ ഇതാണ് നമ്മുടെ ഫ്ലെക്സ് ഗൈസ്. നമ്മുടെ ഇത് ഇപ്രാവശ്യം മലപ്പുറത്തു നിന്നാണ് നമ്മുടെ ഏരിയയിൽ ടീം ഇറക്കിയത്. സൂപ്പർ ടീമായിരുന്നു ഗൈസ്, ഒരു രക്ഷയില്ല. പിന്നെ അമ്പലത്തിലൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ട് തന്നെ അച്ഛനാണ് വീഡിയോ. പിന്നെ ഇതാണ് ഗൈസ്
അമ്പലക്കുളം, നല്ല വിശാലമായിട്ട് കിടക്കുന്ന അമ്പലക്കുളം. നല്ല കാലൊക്കെ കഴിഞ്ഞ് നമ്മൾ മേത്തൊക്കെ വെള്ളം തെളിച്ചിട്ടാണ് അകത്ത് കയറുന്നത്. അപ്പോൾ നിങ്ങൾ ബാനറിൽ കണ്ട അതേ ആൾക്കാരാണ് ഗൈസ്, ഇത് ഫ്രം മലപ്പുറം. സോ അവർ ട്രയൽസ് അടിച്ചു നോക്കാം. ഞങ്ങൾ ട്രയൽസ് കേട്ട് കാണാനായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ട്രയൽസൊക്കെ, അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അവർക്ക് അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വരും. പിന്നെ എല്ലാ വീട്ടിലും ഇറച്ചിയുണ്ട്. യൂട്യൂബിൻ്റെ ക്യാബേജ്, പിന്നെ മോര്, അവിയല്, തോരന് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ. പക്ഷേ ഞാൻ എല്ലാവരുടെ വീട്ടിൽ പോയി എക്സ്പ്ലോർ ചെയ്തതാണ് ഞങ്ങൾ ഇതിനു മുമ്പേ കണ്ടത്. അപ്പോൾ ഇവിടെ ഊണാണ് ഗൈസ് എല്ലായിടത്തും. കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ നമ്മൾ കണ്ട് ഇറങ്ങി. പണ്ടൊക്കെ ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു, നല്ല താലമൊക്കെ പിടിച്ചിട്ട്. പക്ഷേ ഇപ്പം ട്രെൻഡൊക്കെ മാറിയില്ലേ, കാലമൊക്കെ മാറിയില്ലേ. നമ്മൾ ജസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ ഡാൻസ് ആടി നടന്നു പോവുക. പക്ഷേ ഞാൻ കളിച്ചൊന്നുമില്ല ഗൈസ്. പണ്ട് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ഏരിയയിൽ ഒറ്റയ്ക്ക് നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുള്ളേ. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല ഗൈസ്, ഇത്രയും വർഷത്തിന് ശേഷം ധൈര്യം അങ്ങോട്ടില്ല. പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മളിപ്പോൾ ഉറപ്പായിട്ടും പിടിക്കുന്നതായിരിക്കും. നമ്മൾ കളിക്കും ഗൈസ്, നമുക്ക് നോക്കാം. വൈകുന്നേരം തന്നെ ദർശനത്തിനെത്തിയ എനിക്ക് നിറയെ ക്ലിപ്പൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ ലൈക്കും ഷെയറൊന്നും ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക. ബൈ. நடந்தாயே துசியன கண்டு விழுந்து ஆறுயிரை கலந்தாயே